Hi friends, welcome back to our channel. 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 5ാമത്തെ പാഠഭാഗമായിട്ടുള്ള ഹ്യൂമൻ ബോഡി എ വണ്ടർ ഡൈജഷൻ ആൻഡ് റെസ്പിറേഷൻ എന്ന പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ മലയാളം മീഡിയം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് ഇതിലെ ആക്ടിവിറ്റീസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ ബോഡി എന്താണ്? മനുഷ്യ ശരീരം എ വണ്ടർ, ഒരു വിസ്മയമാണ്. ഏതൊക്കെ കാര്യത്തിലാണ്? ഡൈജഷൻ്റെ കാര്യത്തിലും റെസ്പിറേഷൻ്റെ കാര്യത്തിലും, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു വണ്ടർ തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണോ എന്നുള്ളതാണ് ഈ പാഠഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓൾ ലിവിങ് ഓർഗാനിസംസ് നീഡ് ഫുഡ്. എല്ലാ ജീവജാലങ്ങൾക്കും എന്ത് വേണം? ഭക്ഷണം വേണം, അല്ലേ? ദ ഫുഡ് ആൻഡ് ദ മെത്തേഡ് ഓഫ് ഒബ്റ്റെയിനിങ് ഫുഡ് വാരി ഫ്രം ഓർഗാനിസംസ് ടു ഓർഗാനിസംസ്. എന്താണ്? ആഹാരം അത് സമ്പാദിക്കുന്ന, ഒബ്റ്റെയിൻ ചെയ്യുന്ന രീതിയും എന്ന് പറയുന്നത് ഓരോ ജീവിയിലും വ്യത്യസ്തമാണ്. എല്ലാ ജീവിയും ഒരേപോലെയല്ല ഭക്ഷണം കഴിക്കുന്നതും അവർ ആഹാരം സമ്പാദിക്കുന്നതും, അല്ലേ? റാബിറ്റ്സ് ഈറ്റിംഗ് ടെൻഡർ ഗ്രാസ്, പാരറ്റ് പെക്കിംഗ് അറ്റ് ആൻഡ് ഫ്ലൈങ് അവേ ഫ്രം ദ ഗ്രെയിൻസ്, സ്നേക്സ് swallowing rats, bears climbing trees to gobble up the honey-laden combs. How diverse these sights are. എന്താണ്? നമുക്കറിയാം, റാബിറ്റ് കഴിക്കുന്നത് എന്താണ്? നല്ല ടെൻഡർ ഗ്രാസ് ആണ് കഴിക്കുന്നത്. പാരറ്റ് ആണെങ്കിൽ പറന്ന് ചെന്നിട്ട് അതിൽ നിന്നുമുള്ള ഓരോ ധാന്യങ്ങളാണ് കഴിക്കുന്നത്. സ്നേക്ക് എന്ന് പറയുന്നത് റാറ്റിനെയൊക്കെ കഴിക്കുന്നു. അതുപോലെ തന്നെ ബെയർ എന്ന് പറയുന്നത് നമ്മുടെ ഹണിയൊക്കെയാണ് കഴിക്കുന്നത്. മരത്തിൽ കയറി ആ ഹണിയൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഓരോ ജീവജാലങ്ങളും കഴിക്കുന്നതും ഓരോന്നും അവയുടെ ഭക്ഷണം ഒബ്റ്റെയിൻ ചെയ്യുന്നതും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. എല്ലാം ഒരേപോലെയല്ല എന്നർത്ഥം. ഹാവൻറ്റ് യു ഒബ്സർവ് ദ ഡൈവേഴ്സ് ഫുഡ് ഓഫ് ഓർഗാനിസംസ് അറൗണ്ട് യു ആൻഡ് ദ മെത്തേഡ് ദേ അഡപ്റ്റ് ടു കളക്ട് ഇറ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഓരോ ഓർഗാനിസംസും എങ്ങനെയാണ് അവരുടെ ഭക്ഷണം കിട്ടുന്നത് എന്നും അവരെന്തൊക്കെയാണ് കഴിക്കുന്നതും അവരുടെ മെത്തേഡ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ താഴെ നമുക്ക് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇത് ഫില്ല് ചെയ്യാനാണ് നമ്മളുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുള്ളത്. നെയിം ഓഫ് ദ ഓർഗാനിസംസ്: കൗ, ഗോട്ട്, കാറ്റ്, ബേർ, റാബിറ്റ്, ഹ്യൂമൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ ഫുഡ് നമുക്ക് എഴുതണം. കൗള്ളത് ഗ്രാസ് തന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ്? പിന്നെ ഹായ്, അതുപോലെ തന്നെ ലീവ്സ്. അപ്പോൾ അവിടെ ഹായും ലീവ്സും എഴുതാം. ഗോട്ട് ലീവ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രാസും ഉണ്ട്. കാറ്റ് എന്ന് പറയുന്നത് മൈസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഫിഷ്, ചിക്കൻ ഇതൊക്കെ കഴിക്കാറുണ്ട്. ബേർ ഹണി, അതുപോലെ ഫ്രൂട്ട്സ്, ഫിഷ്. റാബിറ്റ് എന്ന് പറയുന്നത് ക്യാരറ്റ്, ഗ്രാസ് ഇതൊക്കെയാണ് കഴിക്കാറ്. ഹ്യൂമണ് ക്യൂക്ക്ഡ് റൈസും അതുപോലെ തന്നെ ചിക്കൻ, മീറ്റ്, ഫിഷ് ഇതൊക്കെയാണ് കഴിക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി അത് നോക്കൂ താഴെ. ആഡ് മോർ ഓർഗാനിസംസ് ആൻഡ് എക്സ്പാൻഡ് ദ ലിസ്റ്റ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ലിസ്റ്റ് ക്ലാസിഫൈ ദ ലിവിങ് ഓർഗാനിസംസ് ഇൻടു ഹെർബിവോർ, കാർണിവോർ ആൻഡ് ഒംനിവോർ. റൈറ്റ് ഇൻ ദ സയൻസ് ഡയറി. നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പോൾ ഓരോന്നും കഴിക്കുന്നത് എന്തൊക്കെയാണെന്നല്ലേ. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ട് ഹെർബിവോർ ആരൊക്കെയാണ്, കാർണിവോർ ആരൊക്കെയാണ്, ഒംനിവോർ ആരൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഹെർബിവോർ എന്ന് പറഞ്ഞാൽ ഓർഗാനിസംസ് ദാറ്റ് ഫീഡ്സ് ഓൺ പ്ലാന്റ്സ് കഴിക്കുന്നതാണ് ഹെർബിവോർ എന്ന് പറയുന്നത്. ഇപ്പോൾ കൗവ്, ഗോട്ട്, എലിഫന്റ്, റാബിറ്റ് ഇതൊക്കെ എന്താണ്? ഹെർബിവോർ ആണ്. ഇനി അടുത്തത് കാർണിവോർ ആണ്. കാർണിവോർ എന്ന് പറഞ്ഞാൽ ഓർഗാനിസംസ് ദാറ്റ് ഫീഡ്സ് ഓൺ എനിമൽസ് കോർണർ, അഥവാ എനിമൽസിന്റെ ഫ്ലഷും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതാണ്. അതാരൊക്കെയാണ്? ടൈഗർ, ലയൺ, ഫോക്സ്, ക്രോക്കറ്റെയിൽ, ഷാർക്ക് ഇവരൊക്കെ എനിമൽസിന്റെ കോർണറും അതുപോലെ തന്നെ ഫ്ലഷ് ഒക്കെ കഴിക്കുന്നവരാണ്. അടുത്തത് ഒംനിവോർ ആണ്. ഒംനിവോറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിസംസ് ദാറ്റ് ഫീഡ്സ് ഓൺ ബോത്ത് പ്ലാന്റ്സ് ആൻഡ് എനിമൽസ്, എനിമൽസിനെയും അതുപോലെ തന്നെ പ്ലാന്റ്സിനെയും ഒക്കെ കഴിക്കുന്നതാണ്. അപ്പോൾ ഹ്യൂമന്, ഹെന്ന്, ഡക്ക്, ക്രോ, കാറ്റ് ഇതൊക്കെ ഈ ഒരു ഗണത്തിൽ പെടുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, ഹാവൻ യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ഈച്ച് എനിമൽസ് ഫുഡ് ഈസ് ഡിഫറെൻറ്റ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഓരോ എനിമൽസിൻ്റെയും ഫുഡ് എന്ന് പറയുന്നത് ഡിഫറൻസ് ആണ്, എല്ലാവരും കഴിക്കുന്നത് സെയിം അല്ല. ഓൾ ലിവിങ് ഓർഗാനിസംസ് ഒബ്റ്റെയിൻ ഫുഡ് ആൻഡ് യൂട്ടിലൈസ് ഇറ്റ്. എല്ലാവരും എന്താണ്? ആഹാരം സ്വീകരിക്കുകയും അത് അവരുടേതായ രീതിയിൽ പ്രയോജനപ്പെടുത്തുകയും യൂട്ടിലൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി താഴെ എന്താണ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ന്യൂട്രീഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസംസ് ഒബ്റ്റെയിൻ ആൻഡ് യൂട്ടിലൈസ് ഫുഡ്. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പോഷണം അല്ലെങ്കിൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. Then every organism obtains the energy necessary for its vital activities from their food. എന്താണ്? അവരുടെ ജീവന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജം ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള ഫുഡിൽ നിന്നാണ്. ഓർഗാനിസംസിന് ഓരോ എനർജിയും കിട്ടുന്നത് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലൂടെയാണ്. The food we consume undergoes various changes within our body. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് മാത്രമാണോ? അല്ല, നമ്മുടെ ശരീരം ഓരോ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടാണ് അത് അതിൻ്റെതായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നത്.
ഹൗ ഈസ് ദ ഇൻജസ്റ്റഡ് ഫുഡ് യൂട്ടിലൈസ്ഡ് ബൈ ദ ഓർഗാനിസംസ്? എങ്ങനെയാണ് ആഹാരം ഈ ജീവികളെ പ്രയോജനപ്പെടുത്തുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ലെറ്റ്സ് എക്സാമിൻ വാട്ട് ഹാപ്പൻ ടു ദ ഫുഡ് വി കൺസ്യൂം ആൻഡ് ഹൗ ഇറ്റ് ഈസ് യൂട്ടിലൈസ്ഡ്. എങ്ങനെയൊക്കെയാണ് ഇത് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് നമ്മുടെ ശരീരം ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മുടെ ശരീരം അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഇൻജക്ഷൻ ആണ്. ഇൻജക്ഷൻസ് എന്ന് പറഞ്ഞാൽ ആഹാരം സ്വീകരിക്കുകയാണ് ആദ്യം ചെയ്യുന്നത് അല്ലേ. There are 5 stages in nutrition. ന്യൂട്രീഷൻസിന് 5 സ്റ്റേജസ് ആണ് ഉള്ളത്. The first stage is ingestion. ഇൻജക്ഷൻ ആണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. The food first reaches the mouth. ഫസ്റ്റ് എവിടെയാണ് ഭക്ഷണം എത്തുന്നത്? നമ്മുടെ മൗത്തിലാണ് അല്ലേ. പിന്നെ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? മൗത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ആദ്യം സംഭവിക്കുന്നത് അത് നമ്മുടെ ഉമിനീരുമായിട്ട് മിക്സ് ആവുകയാണ്. ഇറ്റ് മിക്സ് വിത്ത് സലൈവ. നമ്മുടെ സലൈവയുമായിട്ട് മിക്സ് ആവുകയാണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്യുന്നു? ഇറ്റ് ഗെറ്റ്സ് ചൂഡ് ബൈ ദ ടീത്ത്. പിന്നെ അത് ടീത്ത് ഇങ്ങനെ ചവച്ചരക്കുകയാണ് പിന്നീട് ചെയ്യുന്നത്. ഇറ്റ് ഗെറ്റ് ചൂഡ് ബൈ ദ ടീത്ത്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ലിപ്സ്, ടങ് ആൻഡ് ടീത്ത് ഇൻ ഇൻജക്ഷൻ? എന്തൊക്കെയാണ് നമ്മുടെ ടങ്ങിൻ്റെയും ലിപ്സിൻ്റെയും ഒക്കെ റോള് എന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ താഴെ പഠിക്കാൻ പോകുന്നുണ്ട്. ഒബ്സർവ് ദ എക്സ്പീരിയൻസസ് ഓൺ യുവർ ഓൺ വൈൽ കൺസ്യൂമിങ് ഫുഡ്. നിങ്ങൾ ഭക്ഷണം ഒന്ന് വായിലിടുക, എന്നിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ടീത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ടീത്താണ്. ടീത്ത് ആർ യൂസ്ഡ് ടു മാസ്റ്റിക്കേറ്റ് ഫുഡ്. ടീത്ത് എന്താ ചെയ്യുന്നത്? നമ്മുടെ ആഹാര പദാർത്ഥങ്ങൾ ഇങ്ങനെ നമ്മുടെ എന്താ പറയുക ചവച്ചരക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ദ സ്ട്രക്ചർ ആൻഡ് അറേഞ്ച്മെന്റ് ഓഫ് ടീത്ത് ഈസ് സ്യൂട്ടബിൾ ഫോർ ബൈറ്റിംഗ്, ചൂയിങ് ആൻഡ് ഗ്രൈൻഡിങ് ഫുഡ്. നമ്മളെ പല്ല് എന്ന് പറയുന്നത് ബൈറ്റ് ചെയ്യാനും ചൂയി ചെയ്യാനും അതുപോലെ തന്നെ ഗ്രൈൻഡ് ചെയ്യാനും ഫുഡൊക്കെ ഗ്രൈൻഡ് ചെയ്യാനൊക്കെ വളരെ പറ്റുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പിക്ചറാണ് തന്നിട്ടുള്ളത്. നമ്മുടെ പല്ലിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ഭാഗമാണ് ഇനാമൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനാമലാണ് അതുപോലെ തന്നെ ഈ ഭക്ഷണങ്ങളെ ചവച്ചരക്കുന്നതും അതുപോലെ തന്നെ അതിനെ ബൈറ്റ് ചെയ്യുന്നതും ഗ്രൈൻഡ് ചെയ്യുന്നതൊക്കെ ഈ ഇനാമലിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പല്ലിൻ്റെ ഒരു നടുകയുള്ള ഒരു ഭാഗത്തിൻ്റെ ഫോട്ടോയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനാമൽ ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ ടൂത്ത് എന്നാണ്. നമ്മുടെ പല്ലിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിലുള്ളതാണ് നമ്മുടെ ഇനാമൽ എന്ന് പറയുന്നത്. ഈസ് ഓൾസോ ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദ ഹ്യൂമൻ ബോഡി. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആയിട്ടാണ് നമ്മുടെ ഇനാമലിനെ പറയുന്നത്. ഇനി നമ്മൾ നോക്കൂ, ഈ പല്ലിൽ തന്നെ മിൽക്ക് ടീത്തും പെർമനന്റ് ടീത്തും ഉണ്ട്. അപ്പോൾ അതെന്താണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്നാണ് അടുത്തതായിട്ട് നോക്കുന്നത്. മിൽക്ക് ടീത്ത് എന്ന് പറയുന്നത് ഇൻ ഇൻഫാൻസ് ടീത്ത് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് അറൌണ്ട് ദ ഏജ് ഓഫ് 6 months. ഒരു കുട്ടിക്ക് 6 മാസം ആകുമ്പോൾ തന്നെ ആ കുട്ടിയുടെ പല്ലുകൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ദീസ് ടീത്ത് ആർ നോൺ ആസ് ദ മിൽക്ക് ടീത്ത്. അപ്പോൾ ആദ്യം വരുന്ന ആ ടീത്തിനെയാണ് നമ്മൾ മിൽക്ക് ടീത്ത് എന്ന് പറയുന്നത്. 10 മിൽക്ക് ടീത്ത് ഈച്ച് ഡെവലപ്പ് അറ്റ് ദ അപ്പർ ആൻഡ് ലോവർ ജോസ്. എന്താണ്, ആകെ 20 മിൽക്ക് ടീത്താണ് ഉണ്ടാവുക. താഴെയും മുകളിലുമായിട്ട് 20 മിൽക്ക് ടീത്താണ് ഒരാൾക്ക് ഉണ്ടാവുക. ഇനി അടുത്തത് എന്താണ് പെർമനന്റ് ടീത്ത് എന്നാണ് പറയുന്നത്. പെർമനന്റ് ടീത്ത് ആർ ദോസ് ദാറ്റ് റീപ്ലേസ് മിൽക്ക് ടീത്ത് വെൻ ദേ ഫോൾ ഓഫ്. എന്താണ്, നമുക്കറിയാം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, നമുക്ക് ആദ്യം ഉണ്ടായിരുന്നില്ല ആ ഒരു ടീത്തൊക്കെ നമുക്ക് മിൽക്ക് ടീത്തൊക്കെ കൊഴിഞ്ഞു പോകും അല്ലേ. ഈ പെർമനന്റ് ടീത്ത് ബ്രേക്ക് ഓഫ് ഓ ഫോൾ ഓഫ് ന്യൂ ടീത്ത് വിൽ നോട്ട് ഗ്രോ ഇൻ ഇറ്റ്സ് പ്ലേസ്. അങ്ങനെ അത് പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വരുന്ന ആ പല്ലുകളെയാണ് നമ്മൾ പെർമനന്റ് ടീത്ത് എന്ന് പറയാം. ആ ടീത്ത് ഒന്നെങ്കിൽ ബ്രേക്ക് ആവുക അല്ലെങ്കിൽ പോവുക എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ടീത്തിന് പകരം വേറെ ഒന്നും വരില്ല, അഥവാ പെർമനന്റ് ആയിട്ടുള്ളതാണെന്ന് അർത്ഥം. ഓക്കെ, the food we eat are the same. എന്താണ്, നാം കഴിക്കുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളും ഒരേപോലെയുള്ളതാണോ? അല്ല, ചിലത് എന്താണ് ഭയങ്കര ഹാർഡായിരിക്കും, ചിലത് സോഫ്റ്റ് ആയിരിക്കും അല്ലെ, ചിലത് സ്വീറ്റ് ആയിരിക്കും. അപ്പോൾ പല രീതിയിലാണ് നമുക്ക് ഉണ്ടാവുക. സം ആർ ലാർജ് ആൻഡ് ഹാർഡ് വൈസ് സം അതേഴ്സ് ആർ സോഫ്റ്റ്. എന്താണ്, ചിലത് ഹാർഡ് ആയിരിക്കും, ചിലത് സോഫ്റ്റ് ആയിരിക്കും. വേരിയസ് ടൈപ്പ് ഓഫ് ടീത്ത് അസിസ്റ്റ് ആസ് ഇൻ ബൈറ്റിംഗ് ആൻഡ് ടിയറിംഗ്, ചൂയിങ് ആൻഡ് ഗ്രൈൻഡിങ് ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസ്. അപ്പോൾ ചിലതെന്ന് പറയുന്നത് ഭയങ്കര ഹാർഡായിരിക്കും, ചിലതെന്ന് പറയാൻ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാ പദാർത്ഥങ്ങളെയും കടിച്ചു മുറിക്കാനും ചവച്ചരക്കാനും നമ്മളെ സഹായിക്കുന്നത് എന്താണ്, ഈ ടീത്ത് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ടീത്താണ്, അവിടെയാണ് നമ്മുടെ ആദ്യത്തെ പ്രൈമറി എന്ന് പറയുന്നത്. നമ്മുടെ ടീത്താണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത് ആൻഡ് ദെയർ പൊസിഷൻ. അപ്പോൾ നിങ്ങളെടുത്ത് ഈ പിക്ചർ നോക്കിയിട്ട് ഏതൊക്കെയാണ് ടീത്ത്, അതിൻ്റെ പൊസിഷൻ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാനാണ്. അപ്പോൾ നമുക്കുള്ളത് മോളാഴ്സ്, പ്രീ മോളാഴ്സ്, കാനിയൻസ്, അതുപോലെ തന്നെ ഇൻസൈസേഴ്സ്. ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ടീത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ ഓരോന്നിൻ്റെയും പൊസിഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ഒബ്സർവ് ദ ടേബിൾ
different of types of the teeth, their position, numbers and uses. Analyze the table and record in the science diary the position and use of different types of teeth. അപ്പോൾ ഓരോ ടീത്തിൻ്റെയും പൊസിഷനും അതിൻ്റെ നമ്പർ, എത്ര നമ്പർ ഉണ്ട്, അതിൻ്റെ ഇതെന്തൊക്കെയാണ്, ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ ടേബിൾ തന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വായിച്ച് ഒന്ന് മനസ്സിലാക്കാനാണ് പറയുന്നത്. അപ്പോൾ അത് കൂട്ടുകാർ ചെയ്യുക, കാരണം അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയി മാറും. ഓക്കെ, അപ്പോൾ അതൊക്കെ കൂട്ടുകാർ വായിച്ച് ജസ്റ്റ് മനസ്സിലാക്കുക. Then next, the generic name for molars and premolars is molars. എന്താണ് നമ്മൾ പറഞ്ഞു, മോളാഴ്സും അതുപോലെ തന്നെ പ്രീമോളാഴ്സും ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിനെ രണ്ടിനെയും വേണ്ടി ജനറ്റിക് ആയിട്ട് നമ്മൾ പറയുന്നത് മോളാഴ്സ് എന്ന് തന്നെയാണ്. ഹൗ മെനി ടീത്ത് ഡസ് ആൻ അഡൽട്ട് ഹാവ്? ഒരു അഡൽട്ടിന് എത്ര ടീത്താണുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോർമലി 32 ആണെന്നാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, താഴെ ഒബ്സർവ് ദ പിക്ചർ ബിലോ, ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് ടീത്ത് ഇൻ ദ കാർണിവോറസ് ആൻഡ് ഹെർബിവോറസ് എനിമൽസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ക്ലോസ്ലി ദ ഷേപ്പ് ഓഫ് ദ ടീത്ത് ഈസ് റിലേറ്റഡ് ടു ദെയർ ഫുഡ് ഹാബിറ്റ്. ഇവിടെ നമുക്ക് പിക്ചറിൽ തന്നിട്ടുള്ളത് ഒരു കാർണിവോറസും ഒരു ഹെർബിവോറസുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ രണ്ടിൻ്റെയും ടീത്തിൻ്റെ ഡിഫറൻസ് ആണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്. അവർ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചിട്ടാണ് അവരുടെ ടീത്ത് എന്ന് പറയുന്നത്. ദ കാനൈൻസ് ഓഫ് ദ കാർണിവോർസ് ആർ മച്ച് ഡെവലപ്ഡ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ബൈറ്റിംഗ് ആൻഡ് ടിയറിംഗ് മീറ്റ്. എന്താണ് നമുക്കറിയാം, കാർണിവോറസുകൾക്കുള്ളത് വലിയ കൊമ്പല്ലുകൾ വളരെയധികം വികാസം പ്രാപിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇതെന്താണ്, ഇവർക്ക് മീറ്റൊക്കെ വളരെയധികം ബൈറ്റ് ചെയ്യാനും ടിയർ ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ഇവരുടെ ആ ഒരു പല്ല് ഉള്ളത്. അടുത്തത് എൻസൈസേഴ്സ് ഇൻ ഹെർബിവോറസ് ഹെൽപ്പ് ടു ബൈറ്റ് ആൻഡ് ടിയർ ദ ഫുഡ് ആൻഡ് പ്രീമോളാസ് ആൻഡ് മോളാസ് ടു മാസ്റ്റിസേറ്റ് ദ ഫുഡ്. അപ്പോൾ അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ള സസ്യം കഴിക്കുന്ന ഹെർബിവോറസ് ആയിട്ടുള്ള അവരുടെ പല്ലുകൾ എന്ന് പറയുന്നത് ആഹാരം ചവച്ചരക്കാനും കടിച്ചു മുറിക്കാനും പറ്റുന്ന രീതിയിലുള്ളതാണ്. കാരണം അവർക്ക് കാർണിവോറസിൻ്റെ അത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള പല്ലുകളൊന്നും ആവശ്യമില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഇവരുടെ രണ്ടുപേരുടെയും ടീത്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ടൂത്ത് ഡിക്കേ. നമ്മൾ പല്ലുകൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം പല്ലുവേദന. ആ പല്ലുവേദന എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് പല്ല് ഡാമേജ് ആവുന്നത് എന്നൊക്കെയാണ് അടുത്തതായിട്ട് പറയുന്നത്. ടീത്ത് പ്ലേ എ മേജർ റോൾ ഇൻ മാസ്റ്റിസേറ്റിംഗ് ഫുഡ്. നമ്മൾ ഭക്ഷണമൊക്കെ ചവച്ചരക്കാൻ ഏറ്റവും കൂടുതൽ റോളുള്ളത് എന്താണ്, നമ്മുടെ പല്ലുകൾക്ക് തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് പല്ല് വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണെന്നാണ് നമുക്ക് അറിയാം. അപ്പോൾ പല്ല് എങ്ങനെയാണ് കേടുവരുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എക്സ്പെരിമെന്റ് പറയുന്നുണ്ട്. എന്താണ്, മാർബിൾ ഈസ് എ ഹാർഡ് മെറ്റീരിയൽ മെയ്ഡ് ഓഫ് കാൽസ്യം കോമ്പണന്റ്. കാൽസ്യം കോമ്പണന്റ് കൊണ്ട് നിർമ്മിച്ച ഒന്നാണ് മാർബിൾ എന്ന് പറയുന്നത്. ടേക്ക് എ സ്മോൾ പീസ് ഓഫ് മാർബിൾ ആൻഡ് ഒബ്സർവ് യൂസിങ് എ ഹാൻഡ് ലെൻസ്, പുട്ട് ഇൻ എ ഡൈല്യൂട്ട് hydrochloric acid. After some time take it out and again observe using the hand lens. അപ്പോൾ നമ്മൾ ആദ്യം ഒരു മാർബിളിൻ്റെ പീസ് എടുത്തിട്ട് നമ്മളൊരു ലെൻസ് ഉപയോഗിച്ച് അതിനെ ഒബ്സർവ് ചെയ്യുക. അതിനുശേഷം അത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഡൈല്യൂട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് നേരം ഇട്ട് വെക്കുക. അതിനുശേഷം അത് എടുത്തിട്ട് വീണ്ടും നമ്മൾ ഒബ്സർവ് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യുന്നുള്ളത്. ഇറ്റ് ഈസ് സീൻ ദാറ്റ് ദ മാർബിൾ ഹാസ് സ്റ്റാർട്ടഡ് ടു കൊറോഡ്. എന്താണ്, അപ്പോൾ മാർബിൾ ഇങ്ങനെ കൊറോഡ് അഥവാ ദ്രവിക്കാൻ പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദ റീസൺ ഈസ് ദാറ്റ് acid as reacted with the calcium compound in marble. അപ്പോൾ എന്താണ് ഇവിടെ കാൽസ്യം കോമ്പൗണ്ട് ഈ മാർബിളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു സംഭവം ഇത്രയും ദ്രവിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. സിമിലർലി ടൂത്ത് ഇനാമൽ ഈസ് ഓൾസോ എ കാൽസ്യം കോമ്പൗണ്ട്. അപ്പോൾ നമ്മുടെ ഇനാമൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു കാൽസ്യം കോമ്പൗണ്ട് തന്നെയാണ്. ഇറ്റ് റിയാക്ട്സ് വിത്ത് ആസിഡ് ആൻഡ് ഗെറ്റ്സ് ഡാമേജ് ഗ്രാജുവലി. അപ്പോൾ ഇതുപോലെ തന്നെ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളിലും ആസിഡ് ഉണ്ട്. അപ്പോൾ അതുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഇതുപോലെ ഗ്രാജുവലി അത് ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാർബിളിൻ്റെ എന്ത് ചെയ്തിട്ടുള്ളത്, മാർബിളിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി പല്ലും ഇതേപോലെ തന്നെയാണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ദെൻ ലെറ്റ്സ് ലിസൺ ടു എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ചൈൽഡ് ആൻഡ് ഹെയർ ഡെന്റിസ്റ്റ്. ഒരു ചൈൽഡും അതിൻ്റെ ഡെന്റിസ്റ്റും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, ഡോക്ടർ മൈ സിസ്റ്റർ ഹാസ് ഡെന്റൽ കെയർസ്, വാട്ട് ഈസ് ദ റീസൺ ഫോർ ഇറ്റ്? എൻ്റെ ചേച്ചിയുടെ ചില പല്ലുകൾ എന്താണ് ക്യാരീസ് ആയിട്ടുണ്ട്, അത് കേട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറയാണ് എന്താണ് കാരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം, നിങ്ങളിത് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ആഹാരം കഴിച്ചതിന് ശേഷം വായ ശരിയായി വൃത്തിയാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ
സംഭവിക്കുന്നത് എന്താണ്, ആഹാരത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിക്കും. ഇതിൽ ബാക്ടീരിയകൾ പോഷണം ചെയ്യുകയും അതിന്റെ ഫലമായിട്ട് ലാക്റ്റിക് ആസിഡ് ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് പല്ലുകളെ കേടുവരുത്തുന്നത് എന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ കുട്ടി വീണ്ടും ചോദിക്കുകയാണ്, ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത് വളരെ വീര്യം കുറഞ്ഞ വളരെ വീക്കായിട്ടുള്ള ഒരു ആസിഡ് അല്ലേ, പിന്നെ എങ്ങനെയാണ് ഇത് പല്ലുകളെ കേടുവരുത്തുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയാണ്, അഥവാ കാൽസ്യം സംയുക്തമായ മാർബിൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ അത് ദ്രവിക്കുന്നത് നമുക്കറിയാം. അതേപോലെ തന്നെയാണ് കാൽസ്യം സംയുക്തമായ ഇനാമലും ലാക്റ്റിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഈ പല്ലിനെ എന്താണ് ദ്രവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെ പല്ല് കേടുവരുന്നത് എന്ന് പറയാണ്. അപ്പോൾ കുട്ടി പറയാണ്, ഐ ക്ലീൻ മൈ ടീത്ത് റോയലി അറ്റ് നൈറ്റ്. ഞാൻ എല്ലാ ദിവസവും രാത്രി എന്താണ് എൻ്റെ പല്ലൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട്. എന്നാൽ ചിലപ്പോൾ മധുര പലഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പല്ലൊന്നും ക്ലീൻ ചെയ്യാറില്ല. അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഡോക്ടറെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയാണ്, ഏത് ആഹാരം കഴിച്ചാലും വായ നന്നായിട്ട് വൃത്തിയാക്കണം, പ്രത്യേകിച്ച് മധുരമുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ. അല്ലെങ്കിൽ എന്താണ്, അത് ബാക്ടീരിയയുമായ പ്രവർത്തനത്തെ വേഗത്തിലാക്കുകയും രാവിലെ ഭക്ഷണത്തിന് മുമ്പും രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷവും ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് വൃത്തിയായിട്ട് പല്ലൊക്കെ വൃത്തിയാക്കണം. എങ്കിലും എന്താണ്, പെട്ടെന്ന് തന്നെ പല്ല് കേടുവരും എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ഈ കുട്ടി പറയാണ്, ഐ അണ്ടർസ്റ്റുഡ് മെനി തിങ്സ്, ഐ വിൽ ഫോളോ ദീസ് തിങ്സ് ആൻഡ് വിൽ ഡെഫിനറ്റ്ലി ഷെയർ ദിസ് ഇൻഫർമേഷൻ വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അപ്പോൾ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഷെയർ ചെയ്യുമെന്ന് കുട്ടി പറയുകയാണ് അല്ലേ. വുഡൻറ്റ് യു ലൈക്ക് ടു നോ മോർ അബൌട്ട് ഡെന്റൽ കെയർ? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഡെന്റൽ കെയറിന് ഒരുപാട് കാര്യങ്ങൾ. ഡിസ്കസ് ഇൻ ഗ്രൂപ്പ് ആൻഡ് പ്രിപ്പയർ ക്വസ്റ്റ്യൻസ് ടു കണ്ടക്ട് ആൻ ഇന്റർവ്യൂ വിത്ത് എ ഡെന്റിസ്റ്റ്. നിങ്ങൾ ഡെന്റിസ്റ്റുമായിട്ട് എന്താണ് ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ സയൻസ് ഡയറിയിൽ അത് എഴുതാനും പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ്, നമ്മളിപ്പോൾ ഡൈജഷൻ്റെ അല്ലേ ആദ്യഘട്ടമായിട്ടുള്ള ഒരു തലമാണ് ടീത്ത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇതുവരെയും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾക്കറിയാം പല്ല് കഴിഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ റോളുള്ള ഒന്നാണ് നമ്മുടെ ടെങ്ക് എന്ന് പറയുന്നത്. ഇനി ടെങ്കിനെ കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ടെങ്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ടെങ്ക് എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ടെങ്ക് എന്ന് പറയുന്നത് നമുക്കറിയാം വായുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒന്നാണ് അല്ലേ ടെങ്ക് എന്ന് പറയുന്നത്. യു ഹാവ് ഓൾറെഡി ലേൺ ഇൻ യുവർ പ്രീവിയസ് ക്ലാസ്സസ് ദാറ്റ് ദ ടേസ്റ്റ് ബേർഡ്സ് ഓൺ ദ ടെങ്ക് ഹെൽപ്പ് us ടു സെൻസ് ടേസ്റ്റ്. നമ്മുടെ ടേസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കറിയാം നമ്മുടെ നാവ് ആവശ്യമാണ്, നമ്മുടെ ടെങ്ക് ആവശ്യമാണ്. ടെങ്കിൻ്റെ ഓരോ ഭാഗത്തും എന്തൊക്കെ ടേസ്റ്റ് ആണെന്നൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ അതർ ഫംഗ്ഷൻസ് ഓഫ് ദ ടെങ്ക്? ടെങ്കിൻ്റെ മറ്റുള്ള ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ തന്നിട്ടുണ്ട് ഹെൽപ്സ് ഇൻ സ്വാലോയിങ്, എന്താണ് വിഴുങ്ങാൻ സഹായിക്കുന്നത് ടെങ്ക് ആണ്. ടെങ്ക് ഹെൽപ്സ് ടു മൂവ് ഫുഡ് ഇൻസൈഡ് the mouth so that teeth can chew it. എന്താണ് നമ്മൾ ഭക്ഷണങ്ങളൊക്കെ ചവച്ചരക്കാൻ പാകത്തിന് ആഹാരത്തിന്റെ ഉള്ളിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചലിപ്പിക്കാൻ നമ്മുടെ ടെങ്കാണ് സഹായിക്കുന്നത്. അതുപോലെ തന്നെ സ്പീക്കിംഗ് ടു സെൻസ് ടേസ്റ്റ്, നമ്മുടെ ടേസ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നതും എന്താണ് നമ്മുടെ ടെങ്കാണ്. ഓക്കെ, there in saliva in the mouth, saliva also plays an important role in the digestive process. Observe the picture and identify from where it is produced. നമ്മുടെ വായിലുള്ള സലൈവ എന്ന് പറയുന്നത് ദഹനത്തിലെ ഡൈജഷന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് നടക്കുന്നത് ആ ഒരു സലൈവയിലൂടെയാണ്. നിങ്ങൾ ഈ താഴെയുള്ള ചിത്രം ഒബ്സർവ് ചെയ്തിട്ട് മനസ്സിലാക്കാനാണ്. അപ്പോൾ സലൈവറി ഗ്ലാൻസ് എവിടെയൊക്കെയാണെന്നാണ് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. 3 എണ്ണമാണുള്ളത്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മൾ ഭക്ഷണം വായിലേക്ക് ഇടുമ്പോൾ ആ സലൈവ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതും നമ്മുടെ ഭക്ഷണവുമായി മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ച്യൂ ചെയ്യാനും ഗ്രൈൻഡ് ചെയ്യാനൊക്കെ പറ്റുന്നത്. ഓക്കെ, ദെൻ ഫുഡ് ത്രൂ ദ ഓയിസോഫാക്കസ്. ഇനി നമ്മൾ എന്താ പോകുന്നത്, നമ്മൾ ടെങ്കിൽ നിന്നും നേരെ പോകുന്നത് ഓയിസോഫാക്കസ് നമ്മുടെ അന്നപദത്തിലേക്കാണ് പോകുന്നത്. ഓക്കെ, ടെങ്ക് കഴിഞ്ഞ് നമ്മളത് ഇറക്കിയിട്ട് പിന്നെ പോകുന്ന പ്രോസസ്സിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഐഡന്റിഫൈ ടു വിച്ച് പാർട്ട് ഓഫ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ഡസ് ദ ചൂഡ് ഫുഡ് റീച്ച് നെക്സ്റ്റ്. എവിടെയാണ് നമ്മൾ വായിൽ നിന്ന് ഈ ചൂ ചെയ്ത ഭക്ഷണമൊക്കെ എവിടേക്കാണ് എത്തുന്നത്? ഓയിസോഫാക്കസിലേക്കാണ് നമ്മൾ വീണ്ടും തിരിച്ച് പിന്നെ അങ്ങോട്ടാണ് അത് ഇറങ്ങുന്നത്. ലെറ്റ്സ് ഗോ ഓൺ എ ജേണി വിത്ത് ഫുഡ്. അപ്പോൾ നമ്മൾ ഭക്ഷണവുമായിട്ടുള്ള ജേണി നമ്മൾ തുടങ്ങുകയാണ്. ഇനി താഴേക്ക് പോകുന്ന ജേണിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ടു വിച്ച് പാർട്ട് ഓഫ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ഡസ് ഫുഡ് ഫസ്റ്റ് റീച്ച് ഫ്രം ദ മൗത്ത്? എന്താണ് വായിൽ നിന്ന് ആഹാരം ആദ്യം എത്തുന്നത് എവിടേക്കാണ്? ഈ ഒരു ഓയിസോഫാക്കസിലേക്കാണ് അടുത്തതായിട്ട് നമ്മൾ ഭക്ഷണം വായിൽ നിന്നും എത്തുന്നത്. ഇനി ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കുക. എന്നിട്ട് എന്താണ് ലൊക്കേറ്റ് ദ പൊസിഷൻ ഓഫ് ദ ഓയിസോഫാക്കസ് ത്രൂ വിച്ച് ദ ചൂഡ് ഫുഡ് റീച്ച് ദ സ്റ്റൊമക്ക്. വായ്ക്കുള്ളിൽ ചവച്ചരക്കപ്പെട്ട ആഹാരം അന്നനാളത്തിലൂടെ എവിടേക്കാണ് എത്തുന്നത്? നമ്മുടെ സ്റ്റൊമക്കിലേക്കാണ് എത്തുന്നത് അല്ലേ. അടുത്തതായിട്ട് സ്റ്റൊമക്കിലേക്കാണ് എത്തുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ഓയിസോഫാക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുക.
ദ ഓയിസോഫാഗസ് ഈസ് എ ലോങ് ട്യൂബ് ദാറ്റ് കണക്ട് ദ മൗത്ത് ടു ദ സ്റ്റൊമക്ക്. അഥവാ നമ്മുടെ വായിൽ നിന്നും സ്റ്റൊമക്കിലേക്കുള്ള ഒരു കണക്ഷൻ ആയിട്ടുള്ള ഒരു ട്യൂബാണിത്, ലോങ് ആയിട്ടുള്ള ട്യൂബാണ്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് എ മസിൽസ്, ഇതൊരു മസിൽസ് കൊണ്ടുണ്ടാക്കിയ ഒരു സംഭവമാണ്. ദ വേവ് ലൈക്ക് മൂവ്മെന്റ് ഓഫ് ദ ഓയിസോഫാഗിയൽ wall helps food to reach the stomach. This movement is called a പെരിസ്റ്റലൈസിസ്. ഇതിനെന്താണ് പറയുന്നത്? പെരിസ്റ്റാൾസിസ് എന്നാണ് ഈ ഒരു ഇതിലേക്ക് എത്തുന്ന ആ ഒരു മൂവ്മെന്റിനെ പറയുന്നതാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അഥവാ നമ്മുടെ ഈ ഒരു ഓയിസോഫാഗസിലെത്തിയ ഭക്ഷണം ഒരു തരംഗ രൂപത്തിൽ ചലനം പോലെ അങ്ങനെയാണിത് നമ്മുടെ എവിടേക്ക് എത്തുന്നത്? സ്റ്റൊമക്കിലേക്ക് എത്തുന്നത്. ആ ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മുടെ ഫുഡ് എവിടേക്കാണ് എത്തുന്നത്? നമ്മൾ പറഞ്ഞു നേരെ എത്തുന്നത് സ്റ്റൊമക്കിലേക്കാണ് അല്ലേ. അപ്പോൾ ഫുഡ് ഇൻ ദ സ്റ്റൊമക്ക്. ഇനി സ്റ്റൊമക്കിൽ എത്തിക്കഴിഞ്ഞാൽ ഫുഡിന് എന്തൊക്കെയാണ് സംഭവിക്കുക എന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാനുള്ളത്. യു നോ ദാറ്റ് ഡൈജഷൻ ഓഫ് ഫുഡ് ബിഗിൻസ് ഇൻ ദ മൗത്ത് ആൻഡ് ഇറ്റ് റീച്ച് ദ സ്റ്റൊമക്ക് ത്രൂ ദ ഓയിസോഫാഗസ്. നമ്മുടെ വായ്ക്കുള്ളിൽ ദഹനം ആരംഭിച്ച ആ ഭക്ഷണം അന്നനാളം വഴി നമ്മുടെ ഓയിസോഫാഗസ് വഴി നേരെ എത്തുന്നത് എവിടെയാണ്? സ്റ്റൊമക്കിലാണ് അല്ലേ. ഇനി ഡൈജഷൻ ഈസ് ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ന്യൂട്രീഷൻ. ഇറ്റ് ടേക്സ് പ്ലേസ് എ പാർഷ്യലി ഇൻ ദ സ്റ്റൊമക്ക് where food remains for 4 to 5 hours due to the peristaltic movement of the stomach wall. The food is turned into a paste form. Gastric juice produced by the glands in the stomach wall facilitates digestion. Stomach wall also produces small amount of hydrochloric acid. It helps in protein digestion and a pathogen destructions. അഥവാ നമ്മൾ പറഞ്ഞു ഈ ഒരു ഭക്ഷണം സ്റ്റൊമക്കിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ പോഷണത്തിൻ്റെ ഈ ഡൈജഷൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ് അവിടെ നടക്കുന്നത്. ഇത് സാധാരണ 4-5 മണിക്കൂർ വരെ അവിടെ നിലനിൽക്കും. നമ്മുടെ ഈ ഒരു ആമാശയ ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ഈ ഒരു ചലനം മൂലം ആഹാരം എന്ത് ചെയ്യുന്നു? ഒരു കുഴമ്പ് രൂപത്തിലാവുന്നു. എന്നിട്ട് ആമാശയ ഭിത്തിയിൽ കാണുന്ന ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയ രസം ദഹനത്തെ സുഗമമാക്കുകയും ചെയ്യുന്നു. ചെറിയ അളവിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും ആമാശയ ഭിത്തി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് മാംസ്യമൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ദഹനത്തിനും അതുപോലെ തന്നെ രോഗാണുക്കളൊക്കെ നശിപ്പിക്കാനും ഒക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ദ പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് ഇൻ ദ സ്റ്റൊമക്ക് ദെൻ മൂവ്സ് ഓൺ ദ സ്മോൾ യൂട്ടൻസ്റ്റൈൽ. ഇത് പിന്നീട് എവിടേക്കാണ് എത്തുന്നത്? ഇൻഡസ്റ്റൈലിലേക്കാണ്, അഥവാ ചെറുകുടലിലേക്കാണ് ഇത് എത്തുന്നത്. സ്മോൾ ഇൻഡസ്റ്റൈലിലേക്ക് പിന്നീട് ഇത് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഇനി അവിടെ എത്തിയിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഹ്യൂമൻ സ്മോൾ ഇൻഡസ്റ്റൈൻ ഈസ് 5 to 6 meters ലോങ്. ഇതെന്ന് പറയുന്നത് 5 മുതൽ 6 മീറ്റർ വരെ നീളമുള്ളതാണ്. ഇറ്റ് ഈസ് ഹിയർ ദാറ്റ് ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ന്യൂട്രീഷൻ ഈസ് കംപ്ലീറ്റഡ്. ഇവിടെ വെച്ചിട്ടാണ് ഡൈജഷന്റെ രണ്ടാമത്തെ ഘട്ടം കംപ്ലീറ്റ് ചെയ്യുന്നത്. അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ഓൾസോ ടേക്സ് പ്ലേസ് ഇൻ ദ സ്മോൾ ഇൻഡസ്റ്റൈൻ. ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ ഇവിടെ വെച്ചിട്ടാണ് എടുക്കുന്നത്. പ്രൊഡ്യൂസ്ഡ് ബൈ ദ ലിവർ ആൻഡ് ദ പാൻക്രിയാറ്റിക് juice produced by the pancreas are mixed with a partially digested food in the first part of the small intestine. This completes the digestion of food. ഇവിടെ വെച്ചിട്ട് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ പറഞ്ഞു ഇതാണ് ഇതിന്റെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു അല്ലേ. ഇതിന്റെ ആദ്യ ഭാഗത്ത് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പാൻക്രിയാറ്റിക് ജ്യൂസ് ഉണ്ടായിരിക്കും. അതെന്താണ്? ദഹിച്ച ആഹാരവുമായി കലർന്നിട്ട് അവിടെ അതിന്റെ ഡൈജഷൻ വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നടക്കാൻ സഹായിക്കുന്നത് ഈ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാറ്റിക് ജ്യൂസും വഴിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതാണ് ലിവർ. ഇവിടെ പാൻക്രിയാസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഹൗ ഡു ദ ന്യൂട്രിയൻസ് ഇൻ ദ ഡൈജസ്റ്റഡ് ഫുഡ് ഗെറ്റ് അബ്സോർബ്ഡ് ഇൻ ദ ബ്ലഡ്? എങ്ങനെയാണ് ബ്ലഡിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്യുന്നത് എന്നാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അഥവാ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ താഴെ ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, വില്ലി. ഓക്കെ, ഈ വില്ലിയുടെ കാര്യമാണ് അടുത്തതായിട്ട് പറയുന്നത്. വില്ലി ആർ ദ സ്മോൾ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് പ്രസന്റ് ഇൻ ദ വാൾ ഓഫ് ദ സ്മോൾ ഇൻഡസ്റ്റൈൻ. അഥവാ നമ്മുടെ ഈ സ്മോൾ ഇൻഡസ്റ്റൈനിൽ ചെറുകുടലിലെ ഭിത്തിയിൽ കാണുന്ന വിരലുകൾ പോലെയുള്ള ഒരു സൂക്ഷ്മമായ ഭാഗങ്ങളാണ് ഈ വില്ലി എന്ന് പറയുന്നത്. ന്യൂട്രിയൻസ് ഇൻ ദ ഡൈജസ്റ്റഡ് ഫുഡ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ് ത്രൂ ദ വില്ലി. അപ്പോൾ ഈ വില്ലി വഴിയാണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബ്ലഡിലേക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ തേർഡ് സ്റ്റേജ് ഇൻ ദ ന്യൂട്രീഷൻ ആൻഡ് ദ പ്രോസസ് ഈസ് കോൾഡ് അബ്സോർപ്ഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂട്രീഷന്റെ മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്. നമ്മൾ 2 ഭാഗങ്ങൾ കഴിഞ്ഞു. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ബ്ലഡിലേക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് അബ്സോർപ്ഷൻ എന്നുള്ളത്. ദ ന്യൂട്രിയൻസ് ദാറ്റ് റീച്ച് ദ ബ്ലഡ് ബിക്കം പാർട്ട് ഓഫ് ദ ബോഡി.
അപ്പോൾ രക്തത്തിൽ ഇതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിൽ അലിഞ്ഞു ചേരുന്ന ഈ ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസിമിലേഷൻ എന്ന് പറയുന്നത്. ഇതാണ് 4th സ്റ്റേജ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ അസിമിലേഷൻ എന്ന് പറയുന്നു. അപ്പോൾ അബ്സോർപ്ഷൻ എന്താണ്, അസിമിലേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്ലഡ് അത് ആ ന്യൂട്രിയൻസിന് സ്വീകരിക്കുക. അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ ആ ബ്ലഡ് സ്വീകരിച്ചിട്ടുള്ള ആ ന്യൂട്രീഷൻ നമ്മുടെ മറ്റുള്ള ഭാഗങ്ങളിലേക്കൊക്കെ പോവുക. ഓക്കെ, അപ്പോൾ ആ ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ എത്തിയാലാണ് നമുക്ക് ആ ഒരു ഭക്ഷണം കഴിച്ചതിന്റെ എഫക്റ്റ് കിട്ടുകയുള്ളൂ. The digested food will also have substances not needed by the body. എന്താണ്? ദഹിച്ച ആഹാരത്തിൽ ശരീരത്തിന് വേണ്ടാത്ത പദാർത്ഥങ്ങളും ഉണ്ടാകും അല്ലേ? എല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളൊന്നുമില്ല, ചിലത് ആവശ്യമില്ലാത്തതുണ്ടാവും. അപ്പോൾ ഇനി അതെന്താണ്, അതെങ്ങനെയാണ് നമ്മുടെ ശരീരം എലിമിനേറ്റ് ചെയ്യുന്നത് എന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, after the absorption of nutrients, the residues in the digested food move into the large intestine. അടുത്തത് എന്താണ്? നമ്മുടെ ഈ ഒരു ന്യൂട്രീഷൻസ് ഒക്കെ സ്വീകരിച്ചതിന് ശേഷം ബാക്കിയുള്ളത് നേരെ പോകുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈൻ അഥവാ വലിയ കുടലിലേക്കാണ് പോകുന്നത്. വാട്ടർ ആൻഡ് സം സോൾട്സ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ ഫ്രം ദ ഡൈജസ്റ്റീവ് വേസ്റ്റ് ആസ് നീഡഡ് ബൈ ബോഡി. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വാട്ടറും സാൾട്ടും ഒക്കെ എന്താണ് ഇവിടെ നിന്നിട്ടും അബ്സോർബ് ചെയ്യുന്നുണ്ട്. ലേറ്റർ ദ ഡൈജസ്റ്റീവ് വേസ്റ്റ് stored in the rectum in ejected through the anus. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ നേരെ നമ്മുടെ മലാശയത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മലദ്വാരത്തിലൂടെ മലാശയത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ലേറ്റർ ദ ഡൈജസ്റ്റീവ് വേസ്റ്റ് stored in the rectum is ejected through the anus. This is the 5th stage of nutrition and this process of digestion, waste removal from our body, is called digestion. അപ്പോൾ എന്താണ്? ഇതാണ് ഇതിന്റെ 5th സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു ആഹാരം നമ്മുടെ ശരീരത്തിലേക്ക് എത്തി ആ ന്യൂട്രീഷന്റെ 5th സ്റ്റേജ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എജക്ഷൻ എന്ന് പറയുന്നത് അഥവാ വിസർജനം എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഷോയിങ് ദ വേരിയസ് സ്റ്റേജ് ഓഫ് ന്യൂട്രീഷൻ. ഈ ന്യൂട്രീഷന്റെ ഓരോ സ്റ്റേജസുകളും കാണിക്കുന്ന താഴത്തെ ഈ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓരോ സ്റ്റേജസും ഏതൊക്കെയാണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഫസ്റ്റ് ഏതായിരുന്നു? ഇൻജക്ഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏതാണെന്ന് നമ്മൾ എഴുതി കൊടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. ഇനി അടുത്തതായിട്ട് ഒബ്സർവ് ദ diagrammatic representation of human digestive system. Write in your science diary the name and functions of the labeled parts. ഇവിടെ തന്നിട്ടുള്ള ഓരോ പാർട്സും ഏതാണെന്ന് തിരിച്ചറിയാനാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ABCD എന്ന് പറഞ്ഞിട്ട് ഓരോന്നും തന്നിട്ടുണ്ട്. അത് എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. A എന്ന് പറയുന്നത് എന്താണ്? മൗത്ത് ആണ്. B എന്ന് പറയുന്നത് ഓയിസോഫാക്കസ് ആണ്. C എന്ന് പറയുന്നത് സ്റ്റൊമക്ക് ആണ്. D എന്ന് പറയുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. E എന്ന് പറയുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ്. അതുപോലെ F എന്ന് പറയുന്നത് രക്തമാണ്. ഓക്കെ, അപ്പോൾ ഇത് ഏതാണെന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതി കൊടുക്കുക. ഇനി ഇതിന്റെ ഫംഗ്ഷൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് ന്യൂട്രീഷൻ ഇൻ അതർ ഓർഗാനിസംസ് എന്നുള്ളതാണ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. അഥവാ പോഷണം നമ്മുടെ ശരീരത്തിൽ മാത്രം നടക്കുന്നതാണ് ഇത് പറഞ്ഞത്. ഇനി മറ്റു ജീവികളിൽ, മറ്റു ഓർഗാനിസംസിലൊക്കെ എങ്ങനെയാണെന്നാണ് അടുത്തതായിട്ട് നോക്കുന്നത്. ദ പിക്ചർ ഇലിസ്ട്രേറ്റഡ് ദ പ്രോസസ് ഓഫ് ന്യൂട്രീഷൻ ഇൻ ദ സിംഗിൾ കോൾഡ് അമീബ. എന്താണ്? ഏകകോശ ജീവിയായിട്ടുള്ള അമീബയിൽ നടക്കുന്ന ഒരു പോഷണത്തിന്, ഒരു ന്യൂട്രീഷൻ പ്രോസസ് ഓഫ് ന്യൂട്രീഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അനലൈസ് ദ പിക്ചർ ആൻഡ് റെക്കോർഡ് ഇൻ ദ സയൻസ് ഡയറി ദ വേരിയസ് സ്റ്റേജ് ഓഫ് ന്യൂട്രീഷൻ ഇൻ അമീബ. ഈ അമീബയിൽ നടക്കുന്ന ഓരോ സ്റ്റേജസും ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഇവിടെ നോക്കൂ, ഫുഡ് പാർട്ടിക്കിൾസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇൻജക്ഷൻ നടക്കുന്നതും ഡൈജഷൻ നടക്കുന്നതും അബ്സോർപ്ഷന്, അസിമിലേഷന്, ഇൻജക്ഷൻസ്, ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എജക്ഷൻസ് വരെയുള്ള ഓരോ പാർട്ടും ഇവിടെ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ മറ്റുള്ള ഹെന്നില്, കാറ്റില്, കൗവില്, ഇതിലൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് ഇവിടെ നമുക്ക് ഒരു ഇലിസ്ട്രേഷൻ പോലെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലാ ജീവികളിലും നടക്കുന്നത് ഏകദേശം സെയിം പ്രോസസ്സ് പോലെയാണ് നടക്കുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, കാരണം എല്ലാത്തിലും എന്താണ്? ഒരേപോലെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. Do the digestive system of these animal have any similarly with our digestive system? നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവും ഇവരുടെയും തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ? തീർച്ചയായിട്ടും സിമിലാരിറ്റി ഉണ്ട്. എല്ലാം ഏകദേശം ഒരേപോലെയാണ് നമുക്ക് മനസ്സിലാക്കാം. ഹ്യൂമൻസ് ക്യാൻ സർവൈവ് വിതൗട്ട് ഫുഡ് ഫോർ സം ഡേയ്സ് ബട്ട് ക്യാൻ വി സസ്റ്റെയിൻ ലൈഫ് വിതൗട്ട് ബ്രീത്തിങ്? എന്താണ്? മനുഷ്യന് ഫുഡില്ലാതെ കുറച്ച് ദിവസമൊക്കെ കഴിയാൻ വേണ്ടി പറ്റും. പക്ഷേ എന്താണ്? നമുക്ക് ബ്രീത്തിങ് ഇല്ലാതെ കഴിയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? നമുക്ക് ബ്രീത്തിങ് എന്ന് പറയുന്നത് അത്രയും എസെൻഷ്യലായ ഒന്നാണ്.
A man and some fishes are swimming in the water. How long can this man remain in the water without the supporting of an oxygen cylinder? Why are we unable to take oxygen from water like fish? എന്താണ് ഇവിടെ ഈ ചിത്രത്തിൽ നോക്കൂ, അയാൾ എന്താണ് ഒരു ഓക്സിജൻ സിലിണ്ടറുമായിട്ടാണ് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ ഫിഷസ് എന്ന് പറയുന്നത് അവർക്ക് ഓക്സിജൻ സിലിണ്ടർ ഇല്ല, അവർക്ക് ആ ജലത്തിൽ നിന്നും ഓക്സിജൻ എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ മനുഷ്യന് അത്തരത്തിലുള്ള കപ്പാസിറ്റി ഇല്ല. യു ക്യാൻ ഈസിലി ഗസ് ദ റീസൺ. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ റെസ്പിറേറ്ററി സിസ്റ്റം ഓഫ് മാൻ ആൻഡ് ഫിഷ്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് മനുഷ്യന്റെയും അതുപോലെ തന്നെ ഫിഷിന്റെയും റെസ്പിറേറ്ററി സിസ്റ്റത്തിലുള്ള ഡിഫറൻസ് ആണെന്ന് നമുക്ക് പറയാം. ദെൻ അടുത്തത് ഹ്യൂമൻ റെസ്പിറേഷൻ. എങ്ങനെയാണ് മനുഷ്യന്റെ റെസ്പിറേഷൻ, എങ്ങനെയാണ് ശ്വസനം നടക്കുന്നത് എന്നാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. പ്ലീസ് സ്റ്റാൻഡ് അപ്പ് ആൻഡ് ടേക്ക് എ ഡീപ്പ് ബ്രീത്ത്. നിങ്ങളുടെ അടുത്ത് ഒന്ന് നിന്നിട്ട് നല്ല ഡീപ്പായിട്ടുള്ള ഒരു ബ്രീത്ത് എടുക്കാൻ പറയുന്നുണ്ട്. നൗ ട്രൈ ടു ഹോൾഡ് യുവർ ബ്രീത്ത് ആസ് ലോങ് ആസ് യു ക്യാൻ. നിങ്ങൾക്ക് പറ്റുന്ന അത്രയും സമയം അതൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. ഹൂ ഹാസ് ബീൻ ഏബിൾ ടു ഹോൾഡ് ബ്രീത്ത് ഫോർ ലോങ്? ആർക്കാണ് ഏറ്റവും കൂടുതലായിട്ട് പിടിച്ചു നിൽക്കാൻ, ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്? കുഡിൻറ്റ് ഹോൾഡ് യുവർ ബ്രീത്ത് ഈവൻ ഫോർ എ മിനിറ്റ് കുഡ് യു? അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു മിനിറ്റൊക്കെ നിങ്ങൾക്ക് ബ്രീത്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത്. കാരണം എന്താണ്, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് അത്രയും നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നമുക്കതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഓരോരുത്തരും അതുപോലെ തന്നെ നെഞ്ചിൽ കൈ അമർത്തി പിടിച്ച് ശക്തിയായി ശ്വാസം എടുക്കുകയും പുറത്തു വിടുകയും ചെയ്യൂ. നിങ്ങളുടെ ശരീരത്തിന് ഉണ്ടാകുന്ന ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ തിരിച്ചറിയാം. ഓക്കെ, ഇനി ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ എന്താണെന്ന് പറയുന്നുണ്ട്. ഇൻഹലേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് എയർ ഇൻ ടു ദ ലങ്സ്. നമ്മുടെ ലങ്സിൽ നിന്നും എയർ എടുക്കുന്നതിനെയാണ് നമ്മൾ ഇൻഹലേഷൻ എന്ന് പറയാം. എക്സലേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് മൂവ്മെന്റ് ഓഫ് എയർ ഫ്രം ലങ്സ് ടു ഔട്ട്സൈഡ്. നമ്മൾ ലങ്സിൽ നിന്നും ഔട്ട്സൈഡിലേക്ക് വിടുന്നതിനാണ് എക്സലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്രീത്ത് എടുക്കുന്നത് ഇൻഹലേഷനും പുറത്തേക്ക് വിടുന്നത് എക്സലേഷനുമാണെന്ന് മനസ്സിലാക്കുക. ദെൻ ഹൗ ഡസ് റെസ്പിറേഷൻ ഒക്കേഴ്സ് ഇൻ ഹ്യൂമൻ? എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിൽ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനായിട്ട് താഴെ നമുക്ക് ഒരു വർക്കിംഗ് മോഡൽ തന്നിട്ടുണ്ട്. ഇവിടെ എന്താണ്, പ്ലാസ്റ്റിക് ബോട്ടിലും വൈറ്റ് ട്യൂബും അതുപോലെ തന്നെ റബ്ബർ ബാൻഡും സ്മോൾ ബലൂൺസും ബിഗ് ബലൂൺസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ട്രിങ്ങും കൂടെ വെച്ചുകൊണ്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇത്. ഇതേപോലെ കൂട്ടുകാർ ക്ലാസ്സിൽ ചെയ്തു നോക്കുക. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ എന്തൊക്കെയാണ്, ഇതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടുകാർ ജസ്റ്റ് വായിച്ചു നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതെന്താണ്, നമ്മൾക്ക് ഒരു ഭാഗത്ത് നമ്മൾ ആ സ്പ്രിങ് വെച്ച് ഒരെണ്ണം എക്സീൽ ചെയ്യുമ്പോൾ മറ്റൊന്ന് ഇൻഹീൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. എന്താണ്, നിങ്ങൾ ഉണ്ടാക്കിയ പോലെ തന്നെ അതേപോലെ തന്നെയാണ് നമ്മുടെ ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ ലങ്സ് എന്ന് പറയുന്നതും ഇതേ രീതിയിലാണ് അത് കാണിക്കുന്ന ഒരു പിക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ ഓരോ സംഭവവും തന്നിട്ടുണ്ട്. നോസ്ട്രിൽ എന്താണ്, ട്രാക്കിയ എന്താണ്, ബ്രോഞ്ചി എന്താണ്, ബ്രോഞ്ചിക് ഹോൾ എന്താണ്, അതുപോലെ തന്നെ ആൽവിയോളി എന്താണ് ഡയഫ്രം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ളതും ഇതേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് മനുഷ്യൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നോക്കൂ. ഹ്യൂമൻ ലങ്സ് ആർ പ്ലേസ്ഡ് ഇൻ എ സ്പേസ് ഇൻസൈഡ് ദ ചെസ്റ്റ് കോൾഡ് ദ തൊറാക്സിക് കാവിറ്റി. അഥവാ മനുഷ്യന്റെ ശരീരത്തിൽ ശ്വാസകോശങ്ങൾ സ്ഥിതി ചെയ്യുന്ന നെഞ്ചിനകത്തെ ഒരു അറയാണ് നമ്മൾ ഔരസാശയം അഥവാ തൊറാക്സിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ബിലോ ഇറ്റ് ഈസ് എ അബ്ഡോമൻ. ഇതെന്താണ്, നമ്മുടെ അബ്ഡോമന് താഴെയുള്ള ഭാഗമാണ് നമ്മുടെ അബ്ഡോമൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഡയഫ്രം ഈസ് ദ മസിൽ വാൾ ദാറ്റ് സെപ്പറേറ്റ് ദ തൊറാക്സിക് ആൻഡ് അബ്ഡോമിനൽ കാവിറ്റീസ്. നമ്മുടെ ഈ ഒരു ഡയഫ്രത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ പേശി നിർമ്മിതമായ ഒരു സംഭവമാണ് നമ്മുടെ ഡയഫ്രം എന്ന് പറയുന്നത്. വളരെ മസിൽസ് ഒക്കെയുള്ള ഒന്നാണ് ഡയഫ്രം എന്ന് പറയുന്നത്. ഇത് അല്പം മേലോട്ട് വളഞ്ഞാണ് ഇരിക്കുന്നത്. ഇതിന് എന്ത് രീതിയിലാണ്, ഒരു കമാനമായിട്ടുള്ള ഒരു രീതിയാണ്. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഡോം ഷേപ്പിലുള്ള ഒരു രീതിയാണ്. അപ്വേർഡ് ആയിട്ടുള്ള ഒരു ഡോം ഷേപ്പാണ് ഇതിനുള്ളത്. ഇൻ ദ എബവ് മോഡൽ ദ ബിഗ് ബലൂൺ സ്ട്രെച്ച്ഡ് ഓവർ ദ ബോട്ടം ഓഫ് ദ ബോട്ടിൽ ക്യാൻ ബി ഇമാജിൻഡ് ആസ് ദ ഡയഫ്രം ആൻഡ് ദ ടു സ്മോളർ ബലൂൺസ് ആസ് ദ ടു ലങ്സ്. നിങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ആ ഒരു റെസ്പിറേഷന്റെ മാതൃകയിൽ കുപ്പിയുടെ അടിഭാഗത്ത് വലിച്ചു കെട്ടിയ ബലൂണിനെ ഡയഫ്രം ആയിട്ടും ചെറിയ ബലൂണുകളെ നമുക്ക് രണ്ട് ലങ്സ് ആയിട്ടും ഇമാജിൻ ചെയ്യാം. ദ കോൺട്രസൈറ്റൽ ആക്ടിവിറ്റീസ് ഓഫ് ഹ്യൂമൻ ലങ്സ് ആൻഡ് ഓഫ് ദ മോഡൽ ഓഫ് യു ക്യാൻ മെയ്ഡ് ആർ ഓൾസോ സിമിലർ.
അഥവാ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതിൽ മനുഷ്യൻ്റെ ശ്വാസകോശങ്ങളുടെ സങ്കോച വികാസങ്ങളും നിങ്ങൾ ഉണ്ടാക്കിയ മാതൃകയുടെ പ്രവർത്തനവും ഏകദേശം എന്താണ് ഒരേപോലെ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ദ ഡയഫ്രം ആൻഡ് ദ മസിൽ അറ്റാച്ച്ഡ് ടു ദ റിബ്സ് പ്ലേ എ റോൾ ഇൻ ദ കോൺട്രാക്ഷൻ ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ഹ്യൂമൻ ലങ്സ്. അഥവാ മനുഷ്യൻ്റെ ശ്വാസകോശങ്ങളുടെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്നതിലും ഈ ഡയഫ്രത്തിൻ്റെ വാരിയെല്ലുകൾക്ക് ചേർന്ന പേശികൾക്കും വളരെയധികം പങ്കുണ്ട്. അഥവാ അതാണ് ഇത് എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത്. ഒബ്സർവ് ദ പിക്ചർ and find the answer to the questions given below. Read them in the science diary. താഴെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അത് സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഹാപ്പൻസ് ടു ദ ഡയഫ്രം ഡ്യൂറിങ് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ. ഇവിടെ ഇൻഹലേഷനും എക്സലേഷനും സംഭവിക്കുമ്പോൾ എന്താണ് ഡയഫ്രത്തിന് സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ എന്താണ് അവിടെ ഡയഫ്രം എന്ന് പറയുന്നത് റിലീസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, റിലീസ് ആവുകയാണ് അവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ when does the thoracic cavity increase the volume during the inhalation or exhalation. അതുപോലെ തന്നെ നമ്മൾ ഉച്ചാസയ സമയത്തും അഥവാ ഇൻഹലേഷനും എക്സലേഷനും സമയത്ത് ഈ ഒരു ഔരസാശയത്തിൻ്റെ ഉണ്ടാവുന്ന ഇൻക്രീസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സിൽ നമുക്ക് നോട്ടായിട്ട് കൊടുക്കാം. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ ഇനി ഡ്യൂറിങ് ഇൻഹലേഷൻ ആൻഡ് ഡയഫ്രം കോൺട്രാക്ട്സ് ദ ഫ്ലാറ്റൻസ് ദിസ് ഇൻക്രീസസ് ആൻഡ് വോളിയം ഓഫ് thoracic cavity ദ അറ്റ്മോസ്ഫിയറിക് എയർ എൻറ്റേഴ്സ് ദ ലെഗ്സ് ആൻഡ് ദ ലെഗ്സ് എക്സ്പാൻഡഡ്. അഥവാ നമുക്ക് ഇൻഹലേഷൻ സമയത്ത് എന്താ സംഭവിക്കുന്നത് അവിടെ ഡയഫ്രം ചുരുങ്ങുകയും വളവ് അല്പം നിവരുകയുമാണ് ചെയ്യുന്നത്. അതിനാൽ തന്നെ അവിടെ തൊറാക്സിക് ഗ്രാവിറ്റിയിൽ വ്യാപ്തി ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അവിടെ വ്യാപ്തി ഉണ്ടാവുകയും തൽഫലമായിട്ട് അന്തരീക്ഷ വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുകയും അതുപോലെ തന്നെ ആ ഒരു ലങ്സ് എന്ന് പറയുന്നത് അവിടെ എന്താണ് എക്സ്പാൻഡ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എക്സലേഷൻ്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ദ ഡയഫ്രം റിലാക്സസ് ആൻഡ് ദ ബോത്ത് ഡയഫ്രം ആൻഡ് ദ ലങ്സ് റിട്ടേൺ ടു ദയർ പ്രീവിയസ് പൊസിഷൻ ആൻഡ് ദ എയർ ഫ്രം ദ ലങ്സ് മൂവ്സ് ഔട്ട്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എക്സലേഷൻ സംഭവിക്കുമ്പോൾ ഡയഫ്രം എന്ന് പറയുന്നത് പഴയ രീതിയിലേക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് വരികയും ശ്വാസകോശവും പൂർവ്വസ്ഥിതിയിലാകുന്നു. ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോവുകയുമാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് റെസ്പിറേറ്ററി ട്രാക്കിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, air entering through the nostrils reach alveoli of the lungs. The respiratory tract is the air passage from nostril to lung. അഥവാ നമ്മുടെ നോസ്ട്രിൽസ് വഴിയാണ് അകത്ത് കിടക്കുന്ന വായു ശ്വാസകോശങ്ങളിലെ വായുവായിട്ട് അറയിലെത്തുന്നത്. വായുവിൻ്റെ ഈ സഞ്ചാരപാതയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസ്പിറേറ്ററി ട്രാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഓഫ് ദ റെസ്പിറേറ്ററി ട്രാക്ക് യൂസിങ് ദ ഇൻഡിക്കേറ്റേഴ്സ്. താഴെ തന്നിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് ഇതിൻ്റെ ട്രാക്ക് എഴുതാനാണ് പറയുന്നത്. ഫസ്റ്റ് തന്നിട്ടുള്ളത് നോസ്ട്രിൽസ് ആണ്. നോസ്ട്രിൽസിൽ നിന്ന് പിന്നെ നേരെ താഴേക്ക് പോകുന്നത് ട്രാക്കിയയിലാണ്. പിന്നെ പോകുന്നത് എവിടേക്കാണ്? ബ്രോഞ്ചസിലാണ്. പിന്നെ ബ്രോങ്കിയോളാണ്. അത് കഴിഞ്ഞാൽ അലോവിലിയസിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് എഴുതുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് ഹൗ ഈസ് ദ പാസേജ് ഓഫ് എയർ ത്രൂ ദ റെസ്പിറേറ്ററി ട്രാക്ക് മെയ്ഡ് പോസിബിൾ. എന്താണ് ചോദിച്ചിട്ടുള്ളത്? നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്കിലൂടെ വായു എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, അത് സാധ്യമാവുമോ എന്നാണ് ചോദിക്കുന്നത്. അഥവാ ഈ താഴെയുള്ള ഇലിസ്ട്രേഷൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇൻഹിലേഷൻ നടക്കുമ്പോൾ ദ ഡയഫ്രം കോൺട്രാക്ട്സ് ദ ഫ്ലാറ്റൻസ് സ്ലൈറ്റ്ലി റിബ് കേജ് ലെഫ്റ്റ് അപ്വേർഡ്. അഥവാ ഡയഫ്രം അവിടെ എന്താ ചെയ്യുന്നത്? അത് ചുരുങ്ങുകയും വളവ് അല്പം നിവരുകയും ചെയ്യുന്നു. അത് മാത്രമല്ല അത് നമ്മുടെ വാരിയെല്ലും കൂടി ഉയരുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ദ വോളിയം ഓഫ് ദ thoracic cavity increases, the lungs expanded. അവിടെ നമ്മുടെ തൊറാക്സിക് ഗ്രാവിറ്റി എക്സ്പാൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ അവിടുത്തെ ലങ്സ് എക്സ്പാൻഡ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് അറ്റ്മോസ്ഫിയറിക് എയേഴ്സ് എൻറ്റേഴ്സ് ദ ലങ്സ്. അതിനുശേഷം വായു നമ്മുടെ ലങ്സിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. പിന്നെ നേരെ ഉണ്ടാവുന്നത് നമ്മുടെ ഡയഫ്രം റിട്ടേൺസ് ടു ദ പ്രീവിയസ് സ്റ്റേജ് ആൻഡ് ദ റിബ് കേജ് മൂവ്സ് ഡൗൺ. നമ്മുടെ ഡയഫ്രം പഴയ രീതിയിലേക്ക് മാറുകയും അവിടെ നമ്മുടെ വാരിയെല്ല് താഴുകയും ചെയ്യുന്നു. പിന്നീട് എന്താ സംഭവിക്കുന്നത്? ദ വോളിയം ഓഫ് ദ തൊറാക്സിക് ക്യാവിറ്റി ഡിക്രീസസ് ആൻഡ് ലങ്സ് കോൺട്രാക്ട്. നമ്മുടെ തൊറാക്സിക് ക്യാവിറ്റിയിലെ വ്യാപ്തി കുറയുകയും അവിടെ നമ്മുടെ ലങ്സ് ചുരുങ്ങുകയും ചെയ്യുന്നു. ദ എയർ ഫ്രം ദ ലങ്സ് മൂവ്സ് ഔട്ട്. അതിനുശേഷം നമ്മൾ എടുത്ത എയർ പുറത്തേക്ക് പോവുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അത് എക്സലേഷനായിട്ട് മാറുന്നത്. അപ്പോൾ ഇൻഹലേഷൻ മുതൽ എക്സലേഷൻ വരെയുള്ള പ്രോസസ്സാണ് ഇവിടെ ഈ ഒരു ഇലുസ്ട്രേഷനിലൂടെ തന്നിട്ടുള്ളത്. ഇനി നോക്കൂ,
റൈറ്റ് ഇൻ ദ സയൻസ് ഡയറി ദ ഡിഫറെൻറ്റ് സ്റ്റേജ് ഓഫ് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ. ഇതിൻ്റെ ആ ഒരു ഇലുസ്ട്രേഷൻ നിങ്ങളെടുത്ത് സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് ഒബ്സർവ് ദ ടേബിൾ ഷോയിങ് ദ ലെവൽസ് ഓഫ് വേരിയസ് കോമ്പണൻസ് ഇൻ ദ ഇൻഹേൽഡ് ആൻഡ് എക്സേൽഡ് എയർ. നമ്മൾ എയർ ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വരികയും ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്, ലെവൽസ് ഓഫ് വേരിയസ് കോമ്പണൻസ് ആണ് താഴെ ടേബിളിൽ തന്നിട്ടുള്ളത്. അതൊന്ന് ഒബ്സർവ് ചെയ്യുക. ഇവിടെ എന്താണ്, ഓക്സിജൻ നമ്മൾ 21% ഇൻഹേൽ ചെയ്യുമ്പോൾ വരികയും എക്സേൽ ചെയ്യുമ്പോൾ 15% പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് 0.05 ഇൻഹേൽ ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് 4 എന്ന് പറയുന്നത് എക്സെയിൽ ആണ്. നൈട്രജനും 78 അതായത് സെയിം ആയിട്ടാണ് പോകുന്നത്. മോയ്സ്ചർ ചെയ്യുന്നത് 0.96 തിരിച്ച് 3 ആണ് എക്സെയിൽ ചെയ്യുമ്പോൾ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ ടേബിൾ നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം നമ്മളെടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. Is the level of all the components in inhaled and exhaled air the same? അഥവാ എല്ലാ കോമ്പണൻസും എക്സെയിൽ ചെയ്യുമ്പോഴും ഇൻഹെയിൽ ചെയ്യുമ്പോഴും സെയിം ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആണോ? അല്ല, സെയിം അല്ല. Which all components show difference in percentage? ഏതൊക്കെയാണ് പെർസെൻറ്റേജിൽ ഡിഫറെൻ്റ് ആയിട്ട് കാണിക്കുന്നത്? ഒന്ന് ഏതൊക്കെയാണ്? ഓക്സിജന്, കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ തന്നെ മോയ്സ്ചർ. ഇത് മൂന്നും ഡിഫറെൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ദെൻ which of the components are the higher level and the lower level in exhaled air than in the inhaled air? ഏതാണ് എക്സേലിനേക്കാളും കൂടുതലായിട്ട് ഇൻഹെയിൽ ചെയ്യുമ്പോൾ കാണിച്ചിട്ടുള്ളത്? ഏതാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്? ഒന്ന് ഓക്സിജനും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും മോയ്സ്ചർ, മൂന്നും കൂടുതൽ തന്നെയാണല്ലേ. Then analyze your findings and find out which gases is utilized by the respiration. അഥവാ നിങ്ങളുടെ കണ്ടെത്തുകൾ വിശകലനം ചെയ്യുക, എന്നിട്ട് ഈ റെസ്പിറേഷന് വേണ്ടി നാം ഉപയോഗിക്കുന്ന ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക. ഏതൊക്കെയാണ് നമ്മൾ റെസ്പിറേഷനായിട്ട് ഉപയോഗിക്കുന്നത്? ഏതൊക്കെയാണ്? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനും ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അടുത്തത് ഇൻസിഡൻസ് ഓഫ് ഫുഡ് ഗെറ്റിംഗ് സ്റ്റക്ക് ഇൻ ദ ട്രാക്കിയ. നമ്മുടെ ട്രാക്കിയയിൽ ഭക്ഷണമൊക്കെ സ്റ്റക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ആ ഇൻസിഡൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ന്യൂസ് പേപ്പറിൽ ചെറിയ കുട്ടികൾക്കൊക്കെ എന്താണ് ഇതുപോലെ സംഭവിച്ചിട്ട് മരിച്ചിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ ബ്രസ്റ്റ് മിൽക്കാണ് ഇതുപോലെ ഉണ്ടായിട്ടുള്ളത്. കാരണം ചെറിയ കുട്ടികൾക്ക് എന്ന് പറയുന്നത് അവരുടെ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് അത്രയും നാരോ ആണ് അല്ലേ, അത്രയും ഡെവലപ്പ് ആയിട്ടില്ല നമ്മുടെ പോലെ. അതുകൊണ്ടാണ് ഇത്രയും ഇൻസിഡൻസ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. ഇഫ് ദ ഫുഡ് ഈസ് സ്റ്റക്ക് ഇൻ ദ ട്രാക്കിയ ദാറ്റ് പേഴ്സൺ ഷുഡ് ബി ആസ്ക്ഡ് ടു കഫ് ഫോഴ്സ്ഫുള്ളി വിത്ത് ദ ഫോഴ്സ് ഓഫ് കഫ് ദ ഫുഡ് വിൽ ബി എജക്റ്റഡ്. അഥവാ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആളുടെ അടുത്ത് പറയേണ്ടത് നല്ല ശക്തിയായിട്ട് കഫ് ചെയ്യാനാണ്, ചുമക്കാനാണ് പറയേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ സ്റ്റക്ക് ചെയ്തിട്ടുള്ള ഫുഡ് പുറത്തേക്ക് വരികയാണ് ചെയ്യുക. ആസ് ഷോൺ ഇൻ ദ പിക്ചർ, കീപ് ദ പേഴ്സൺ ഹു ഹാസ് ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ് ഇൻ എ സ്ലൈറ്റ്ലി ബെൻഡ് പൊസിഷൻ വിത്ത് ബോത്ത് ഹാൻഡ്സ് പ്രസ് ഫേംലി ഓഫ് ദ എഫക്റ്റഡ് പേഴ്സൺ സ്റ്റൊമക് ഫ്രം ബിഹൈൻഡ്. ഇഫ് നെസസറി റിപ്പീറ്റ് ദിസ് പ്രോസസ് ഫോർ എ ഫ്യൂ മോർ ടൈം. അഥവാ ഇങ്ങനെ സംഭവിച്ച ആൾക്ക് കഫ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചിത്രത്തിൽ കാണുന്ന പോലെ കുനിച്ചു നിർത്തിയിട്ട് പിറകിലായി നിന്ന് 2 കൈകൾ കൊണ്ടും അപകടത്തിൽപ്പെട്ട ആളുടെ വയറിൽ ശക്തിയായിട്ട് അമർത്തുക. അപ്പം എന്താണ് സംഭവിക്കുക? ആവശ്യമെങ്കിൽ ഇത് ആവർത്തിക്കുകയും ചെയ്യുമ്പോൾ ആൾക്ക് ആ ഒരു ശക്തിയിൽ ആ ഒരു ഫോഴ്സ് കിട്ടുമ്പോൾ പുറത്തേക്ക് കഫ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി സംഭവിക്കും. ഇഫ് ദ എഫക്റ്റഡ് പേഴ്സൺ ഈസ് എ ബേബി, പ്ലേസ് ദ ബേബി ഫേസ് ഡൗൺ ഓൺ എ free arm as shown in the picture. Your arm should be resting on your thick with the palm of your other hand. Give the child forceful blows between the shoulder blades and provide medical attention if necessary. ഇനി ചെറിയ കുട്ടികളാണെങ്കിൽ ഇതേപോലെ ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മൾ ഒന്ന് കമഴ്ത്തിക്കെടുത്തുക, എന്നിട്ട് തോലലുകൾക്കിടയിൽ ശക്തിയായിട്ട് തട്ടുക. അപ്പോൾ ആ ഒരു പ്രഷറിൽ ഫുഡ് പാല് അല്ലെങ്കിൽ എന്താണോ സ്റ്റെക്ക് ആയിട്ടുള്ളത് അത് പുറത്തേക്ക് വരും. ഇനി അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡോക്ടറുടെ സേവനവും മെഡിറ്റേഷനും നമ്മൾ എടുക്കണം, മെഡിക്കൽ അറ്റൻഷനും നമ്മൾ എടുക്കണം. കാരണം ചെറിയ കുട്ടിയാണ്, അപ്പോൾ നമ്മൾക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഇങ്ങനെ ചെയ്യുക, എന്നിട്ട് പെട്ടെന്ന് തന്നെ ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി സ്മോക്കിംഗ് ആൻഡ് ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമുക്കറിയാം പുകവലി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ തകരാറിലാക്കും. പുകയിൽ അടങ്ങിയ കരിയും ടാറും മറ്റ് വിഷപദാർത്ഥങ്ങളും ശ്വാസകോശത്തിൽ തങ്ങി നിൽക്കുകയും ഇത് ചുമക്ക് കാരണമാവുകയും ഈ പുകയില എന്ന് പറയുന്നത് ക്യാൻസറിന് തന്നെ കാരണമാവുകയും ചെയ്യും എന്നാണ് അതിൽ പറയുന്നത്. ഇനി ഡൈവേഴ്സിറ്റി ഇൻ ബ്രീത്തിങ് ആണ് പറയുന്നത്. എന്താണ് ബ്രീത്തിങ്ങിലെ ഓരോ ഡൈവേഴ്സിറ്റിയും? നമ്മൾ പറഞ്ഞു എല്ലാവരും ഒരേപോലെയല്ല ചെയ്യുന്നത്. അപ്പം അതിലുണ്ടായ
ഉണ്ടായിരുന്ന ഒരു ഡിഫറൻസ് ആണ് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്. പാരമീസിയം ഈസ് ആൻ അക്വാറ്റിക് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ദാറ്റ് കനോട്ട് ബി സീൻ വിത്ത് ദ നേക്ഡ് ഐ. നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു അക്വാറ്റിക് ന്യൂക്ലിയർ ഓർഗാനിസം ആണ് പാരമീസിയം എന്ന് പറയുന്നത്. അനലൈസ് ദ പിക്ചർ ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൗ ഗ്യാസ് എക്സ്ചേഞ്ച് ടേക്സ് പ്ലേസ് ഇൻ എ പ്രോട്ടോസോൺ ലൈക്ക് എ പാരമീസിയം. എങ്ങനെയാണ് പാരമീസിയം അതിൻ്റെ വാതക വിനിമയം നടത്തുന്നത് എങ്ങനെയാണെന്ന് ഈ ചിത്രത്തിലൂടെ മനസ്സിലാക്കാനാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ സെൽ മെംബ്രെയിനുമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അത് ഓക്സിജനെ പുറത്തേക്ക് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ ഓക്സിജൻ അകത്തേക്ക് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് റിലീസ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. നമ്മളെ പോലെ തന്നെയാണ്. പാരമീസിയം ടേക്സ് ഇൻ ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ ദ സറൗണ്ടിങ് വാട്ടർ ത്രൂ ദ സെൽ മെംബ്രെയിൻ ആൻഡ് ഗീവ്സ് ഔട്ട് കാർബൺ ഡൈ ഓക്സൈഡ്. അഥവാ ജലത്തിൽ നിന്നും അവരെന്താണ് ഓക്സിജൻ പാരമീസിയം എടുക്കുകയും എങ്ങനെയാണ് നമ്മുടെ ഈ സെൽ മെംബ്രെയിൻ വഴി എടുക്കുകയും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് റിലീസ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് കുറച്ച് ഓർഗാനിസംസ് വന്നിട്ടുണ്ട്. അതിൻ്റെ റെസ്പിറേഷൻ്റെ പാർട്ട് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഡൈവേഴ്സിറ്റി ഇൻ റെസ്പിറേഷൻ. ഫസ്റ്റ് വണ് എർത്ത് വോംസ് ആണ്. എർത്ത് വോം മോയിസ്റ്റ് സ്കിന്ന് വഴിയാണ് അതിൻ്റെ റെസ്പിറേഷൻ നടത്തുന്നത്. അടുത്തത് ഫിഷ് ആണ്. ഫിഷ് അതിൻ്റെ ഗിൽസ് വഴിയാണ് നടത്തുന്നത്. ഫ്രോഗ് ലങ്സ് വഴി ലാൻഡിലുള്ളപ്പോഴും മോയിസ്റ്റ് സ്കിന്ന് വഴി വാട്ടറിലുള്ളപ്പോഴുമാണ് നടത്തുന്നത്. ഇനി സ്പൈഡർ ബുക്ക് ലങ്സ് വഴിയാണ് നടത്തുന്നത്. ഓക്കെ, ഇനി എന്താണ് റെസ്പിറേഷൻ എന്ന് പറയുന്നുണ്ട്. ദ പ്രോസസ് ത്രൂ വിച്ച് ഓർഗാനിസംസ് റിസീവ് ഓക്സിജൻ ഫ്രം ദെയർ എൻവയോൺമെന്റ് ആൻഡ് എലിമിനേറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് കോൾഡ് റെസ്പിറേഷൻ. അഥവാ ജീവികളുടെ അവരുടെ സറൗണ്ടിങ്സിൽ നിന്നും ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് നമ്മൾ റെസ്പിറേഷൻ എന്നുള്ളത്. യു ഹാവ് ലേൺഡ് ദാറ്റ് പ്ലാന്റ്സ് ഓൾസോ റെസ്പയർ ലൈക്ക് അതർ ഓർഗാനിസംസ്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പ്ലാന്റ്സ് അതിന്റെ റെസ്പിറേഷൻ നടത്തുന്നത് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്ലാന്റ്സ് ഓൾസോ അബ്സോർബ് oxygen from the atmosphere and release carbon dioxide. Stomata are fine pores found in leaves and a tender stem that helping gas exchange in plants. എങ്ങനെയാണ് നമുക്കറിയാം, ജന്തുക്കളെ പോലെ തന്നെയാണ് നമ്മുടെ പ്ലാന്റ്സും അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജനെ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയുമാണ് ചെയ്യുന്നത്. ഇലകളിൽ ഇളം കാണ്ഡങ്ങളിൽ കാണപ്പെടുന്ന ആ ഒരു സ്റ്റൊമാറ്റോ വഴിയാണ് ഈ ഒരു ഈ എക്സ്ചേഞ്ച് അവർ നടത്തുന്നത്. ഓക്കെ, ഇനി ഇതിന് താഴെ ചോദിച്ചിട്ടുണ്ട് വിച്ച് ഗ്യാസ് ഡു പ്ലാന്റ്സ് ടേക്ക് ഇൻ ഡ്യൂറിങ് റെസ്പിറേഷൻ. റെസ്പിറേഷന് വേണ്ടിയിട്ട് അവരെടുക്കുന്ന ആ ഒരു ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ഓക്സിജൻ ആണല്ലേ. നെയിം ദ ഗ്യാസ് റിലീസ്ഡ് ബൈ പ്ലാന്റ്സ് ഡ്യൂറിങ് റെസ്പിറേഷൻ. ആ റെസ്പിറേഷന്റെ സമയത്ത് അവർ റിലീസ് ചെയ്യുന്നത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. വേർ ഡസ് ദ ഗ്യാസ് എക്സ്ചേഞ്ച് ടേക്ക് പ്ലേസ് ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ ഈ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? സ്റ്റൊമാറ്റോയിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ മൂന്നെണ്ണത്തിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഫ്രം ദിസ് യൂണിറ്റ് വി ഹാവ് അണ്ടർസ്റ്റുഡ് 2 important activities that take place in our body such as digestion and respiration. ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഡൈജഷൻ നടക്കുന്നത്, എങ്ങനെയാണ് റെസ്പിറേഷൻ നടക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടായിരുന്നു. യു ആർ ഓൾസോ കൺവിൻസ്ഡ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് മെയിൻറ്റെയിനിങ് ഹെൽത്തി ഹാബിറ്റ്സ് ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ പ്രോപ്പർ functioning of digestive and respiratory system. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി എങ്ങനെയാണ് നമ്മൾ ഹെൽത്തി ഹാബിറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണെന്നും അതിലൂടെയാണ് നമ്മുടെ റെസ്പിറേറ്ററിയും അതുപോലെ തന്നെ ഡൈജഷൻസ് ഒക്കെ നടക്കുന്നത്. അതിൻ്റെ പ്രോപ്പർ ഫംഗ്ഷൻ നടക്കണമെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ഹാബിറ്റ് ആവശ്യമാണ് എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഫോളോ ദം ഇൻ യുവർ ഡെയിലി ലൈഫ്. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. നമുക്ക് നല്ല ഹെൽത്തി ഹാബിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് ഫംഗ്ഷനിങ് നടക്കുകയുള്ളൂ അല്ലേ. എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ ഒക്കെ തെറ്റും. അപ്പോൾ നമുക്ക് ഒരുപാട് ഡിസീസസ് ഉണ്ടാവും, ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നല്ല ഡെയിലി ഹെൽത്തി ഹാബിറ്റ് ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് നോട്ട്സും അതുപോലെ തന്നെ നമ്മുടെ ലെറ്റ്സ് അസസ് ആക്ടിവിറ്റിയും കൂടെ നമുക്കൊരു വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.